അതുകൊണ്ട് സമരങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. കോർപ്പറേഷൻ്റെ വസ്തുവകൾ നശിപ്പിച്ചുകൊണ്ടോ മേയറെയും മറ്റ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെയും തടഞ്ഞുകൊണ്ടോ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ ഒഴിവാക്കണം. കൗൺസിലർമാരല്ലാതെ പുറത്തു നിന്ന് വരുന്ന പൊതുപ്രവർത്തകർ കോർപ്പറേഷൻ കോമ്പൗണ്ടിനകത്ത് കയറി സമരം ചെയ്യുന്നത് അതിനെയും നിയന്ത്രിക്കണം. അതായത് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷനുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും കോർപ്പറേഷനുള്ളിൽ വരും. അവർ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ വരും. അവർ കൗൺസിലർമാരെ പോലെ കൺട്രോൾഡ് ഫോഴ്സ് ആയിരിക്കില്ല, ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയിരിക്കും. അവർ വരുമ്പോഴേക്കും ഇപ്പോൾ ഈ പല സ്മാർട്ട് സിറ്റി പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളതൊക്കെ തന്നെ വളരെ വിലപിടിപ്പുള്ളതാണ്. ഇപ്പോൾ ചില റൂമുകളിലിരിക്കുന്ന TV ഒക്കെ തന്നെ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ സൗകര്യത്തിനൊക്കെയാണ് ഇത് വച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഉള്ളും തള്ളും ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് നശിക്കുന്നത്. അതുകൊണ്ട് കൗൺസിലേഴ്സ് ആകുമ്പോഴേക്കും ഒരു കൺട്രോൾഡ് ഫോഴ്സാണ്. അവരെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർ, അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ കോർപ്പറേഷൻ ബിൽഡിങ്ങിനകത്ത് കയറി സമരം ചെയ്യുന്നത് അവസാനിപ്പിക്കും. ഇന്നലെ ശിവൻകുട്ടി ഒരു പുസ്തകം തന്നെ മേയർ ഒരു ജില്ലയാണ്. പലപ്പോഴും ശിവൻകുട്ടി കടന്ന് ആക്രമിക്കുന്നുണ്ട് മേയറെ. കാലാകാലങ്ങളായിട്ട് പല പ്രശ്നങ്ങൾ വരുമ്പോഴും ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നത് ശിവൻകുട്ടിയാണ്. എനിക്കത് കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാനത് വളരെ മുമ്പ് തന്നെ ആ മറുപടി പറയൊക്കെ ഞാൻ പറയാറില്ലല്ലോ അതിന്. അദ്ദേഹം മന്ത്രിയായപ്പോൾ പോലും മറുപടി പറയാറില്ലല്ലോ.